നമസ്കാരം. ലിസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. മന്ത്രിസഭയിലെ 20 മന്ത്രിമാരെയും സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ. 11 കോൺഗ്രസ് മന്ത്രിമാർ പട്ടിക ഗവർണർക്ക് കൈമാറി. മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ല എന്നും മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയാകണമെന്നും നിയുക്ത മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. ഒരുക്കങ്ങൾ പൂർണ്ണം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ. 2.5 വർഷത്തിനു ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകും. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറയ്ക്കൽ അബ്ദുള്ളയായിരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രിയും ചീഫ് വിപ്പും. ഘടകകക്ഷികളിൽ അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരും മന്ത്രിമാർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. AI-യും വ്യാപാരവും പ്രധാന ചർച്ചാ വിഷയം. നിക്ഷേപ വ്യാപാര പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ ചർച്ചകൾ നടക്കും. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എടുത്ത നടപടി എന്തെന്ന് ചോദ്യം. കോഴിക്കോടും ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്നും ഇത്തവണ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിൻ്റെ മണ്ടത്തരമെന്നും അംഗങ്ങൾ. CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംബന്ധിച്ച പരാതികൾ തള്ളി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾക്ക് ആശങ്ക വേണ്ട, മൂല്യനിർണ്ണയം സുതാര്യവും കൃത്യവുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ മാഫിയെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും CBI. കുവൈറ്റിൽ 1000-ലധികം മരുന്നുകളുടെയും പോഷക സപ്ലിമെന്ററികളുടെയും വില കുത്തനെ കുറച്ചു. സുപ്രധാന ഉത്തരവിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അലവാദി ഒപ്പുവച്ചു. ലക്ഷ്യം അത്യാവശ്യ ചികിത്സകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ദേശീയ ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിമാരുടെ പട്ടിക പുറത്തിറക്കി. അർഹതപ്പെട്ട പലരെയും മന്ത്രിമാരുടെ പട്ടികയിൽ ഉൾക്കൊള്ളിക്കാനായില്ല എന്ന് പറഞ്ഞാണ് വാർത്താസമ്മേളനം തുടങ്ങിയത്. ജില്ലകളുടെയും സാമുദായിക പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും അടക്കം പരിഗണിച്ചാണ് UDF മന്ത്രിമാരുടെ പട്ടിക പുറത്തിറക്കിയത്. ഒട്ടേറെ പുതുമുഖങ്ങൾ മന്ത്രിസഭയിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന പലരും പട്ടികയിൽ ഇടം പിടിച്ചില്ല. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, K മുരളീധരൻ എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒട്ടേറെ യുവാക്കൾക്കും മന്ത്രിസഭയിൽ ഇടം കിട്ടി. PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ഷംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി M ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T സിദ്ദിഖ്, ശ്രീമതി KA തുളസി. സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ OJ ജനീഷ്. ഇതാണ് 20 പേരുടെ പേര്. ആണല്ലോ. എബി ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി എബി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. എബി, നമുക്കറിയാം ഒരു സമ്പൂർണ്ണമായ ഒരു പട്ടികയെന്ന് അവകാശപ്പെടുന്നു UDF. 20 പേരുടെ ലിസ്റ്റ് ഇന്ന് ഗവർണർക്ക് കൈമാറി. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി. സംതൃപ്തരാണോ എല്ലാവരും? രാജേഷ്, വലിയ രീതിയിൽ വലിയ ആശങ്കകൾ നിറഞ്ഞ ഒരു പകലിന് അന്ത്യമായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട കൂടിയാലോചനകൾ, ചർച്ചകൾ എല്ലാത്തിനും ഒടുവിൽ വി.ഡി. സതീശൻ്റെ ടീം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 20 മന്ത്രിമാരടങ്ങുന്ന ഒരു സംഘം, അതിൻ്റെ പേരുകളാണ് വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അതിൻ്റെ കൃത്യമായിട്ടുള്ള പട്ടിക തയ്യാറാക്കി വൈകുന്നേരത്തോടു കൂടി ഗവർണറെ കണ്ട് അനുവാദം വാങ്ങുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ UDF
UDF-ന്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു കാര്യമാണ്. കാരണം പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്കാണ് ഇത്തരത്തിൽ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ കോൺഗ്രസിൻ്റെതായ അല്ലെങ്കിൽ UDF-ൻ്റെതായിട്ടുള്ള സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു VD സതീശൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഒപ്പം തന്നെ മന്ത്രിമാർ ആരൊക്കെയാണ് തൻ്റെ ടീമിലുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പേരുകളെല്ലാം തന്നെ അവതരിപ്പിച്ചത്. നേരത്തെ ഈ വാർത്താ സമ്മേളനം തൊട്ട് മുമ്പായിരുന്നു ലീഗിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. ലീഗ് ആ വാർത്താ സമ്മേളനത്തിലാണ് അവർ 5 മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത്. ഇന്ന് പകല് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് കേരള കോൺഗ്രസിന്റെ ചില അവകാശവാദങ്ങൾ തന്നെയായിരുന്നു. കാരണം 11 മന്ത്രിമാരാണ് അവർക്ക്, 11 MLA മാരാണ് അവർക്കുള്ളത്. അതിൽ എന്തായാലും 2 മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് പദവിയും നേടിക്കൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആ ഒരു കാര്യങ്ങൾ, ആ ഒരു തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒപ്പം തന്നെ CP ജോണും അനൂപ് ജേക്കബും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകും. ഷിബു ബേബി ജോണും മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മാണി സി കാപ്പൻ ഈ ടേം വ്യവസ്ഥയെ അംഗീകരിക്കുന്നില്ല എന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ നാളെ ഉണ്ടാകും. എന്തായാലും ഈ മന്ത്രിമാരുടെയൊക്കെ പേരുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വകുപ്പുകളിൽ അന്തിമമായിട്ടുള്ള ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്കെങ്കിലും അവർക്ക് നൽകിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളുണ്ട്. അതൊക്കെയും ചിലർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വൈദ്യുതി വകുപ്പ് താൻ നാളുകൾക്ക് മുമ്പേ അത് കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് ഏറ്റെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൂടി നൽകാനായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന സൂചനകൾ എന്ന് പറയുന്നത്. എന്തായാലും മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ അത് പുതുമുഖങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മന്ത്രിസഭയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 2 വനിതകൾ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഒരു വനിത എത്തുന്നു. അത് ഷാനിമോൾ ഉസ്മാനാണ് എന്നതും ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കണം. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ സഭയുടെ നാഥനായി സ്പീക്കറായി വരുന്നത് എന്നതും അദ്ദേഹം VD സതീശൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. എബി, നാളെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രമുഖരൊക്കെ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെത്തുന്നുണ്ട്. ഒരുക്കങ്ങൾ എത്രത്തോളം എത്തിയിരിക്കുന്നു ഈ അവസാന മണിക്കൂറുകളിൽ? രാജേഷ്, നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. 12,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന നിലയിലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇരിപ്പിടങ്ങളൊക്കെ തന്നെയും ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയുണ്ട്, മഴയുണ്ട്, തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെയും മറികടക്കുന്നതിന് വേണ്ടി വിശാലമായിട്ടുള്ള പന്തൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു. ഈ 12,000 പേർക്കും കൃത്യമായ രീതിയിൽ പാസ് അനുവദിച്ചിട്ടുണ്ട്. ആ പാസ് മുഖേനയാണ് അവരെ എല്ലാവരും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ 12,000 പേർക്ക് പിന്നാലെ വരുന്ന ആളുകൾ അവർക്കും ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ഈ പാസ് ഉള്ള ആളുകൾ കയറുന്നതിന് ശേഷം വീണ്ടും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും അങ്ങനെ ആ പരിപാടി നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുന്നു. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു നിലയുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷം UD സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ 6 ഇടങ്ങളിൽ പ്രധാനമായും ഇത്തരത്തിൽ വലിയ സ്ക്രീനുകൾ സജ്ജീകരിച്ച് അവിടെ ഈ പരിപാടി ലൈവായി തന്നെ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ടൗണിൽ ഏർപ്പെടുത്തുന്നുണ്ട്. 6 മണിയോടുകൂടി തന്നെ ഗതാഗത നിയന്ത്രണം ആരംഭിക്കുമെന്നുള്ള അറിവാണ് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ കനത്ത സുരക്ഷാ നടപടികളൊക്കെ തന്നെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും തന്നെ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിപാടിക്കുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പരിപാടിക്ക് ശേഷമായിരിക്കും വകുപ്പുകൾ തീരുമാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വരിക. ഒപ്പം തന്നെ പ്രഥമ ക്യാബിനറ്റ് യോഗവും അതിനുശേഷം തന്നെ ഉണ്ടാകും. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം
ഈ നാളെ നടക്കാനിരിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. നിരവധിയായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ബിനോയ് വിശ്വം, രാജു ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഇവിടുന്ന് സംസ്ഥാനത്ത് നിന്ന് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രമുഖരുടെ ഒരു വലിയ നിര തന്നെ നാളത്തെ പരിപാടിക്കുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണ സജ്ജമാണ് നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തലസ്ഥാന നഗരം. എബിയാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനല്ല എന്ന് വി.ഡി. സതീശൻ. മാധ്യമങ്ങൾ തിരുത്തൽ ശക്തിയാകണമെന്നും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നെ വിമർശിക്കുകയും വേണം, നിങ്ങളെ വിമർശിക്കുകയും വേണം, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും വേണം. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മളത് തിരുത്തും. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നയാൾ വിമർശനത്തിന് അതീതനല്ല. വിമർശിക്കണം, പക്ഷേ ആകാശത്ത് നിന്ന് വാർത്തയുണ്ടാക്കരുത്. മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ച സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്നും പാറക്കൽ അബ്ദുള്ളയ്ക്ക് അവസരം നൽകുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതായത് ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, പി.കെ. ബഷീർ, വി.ഇ. അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധിയെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും. ഒന്നുകൂടി ഇവിടെ മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയിൽ പൂജകളുടെ മറവിൽ കഴിഞ്ഞ 10 വർഷമായി വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മുമ്പ് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്ത് എത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിലാണ് കോടികളുടെ കൊള്ള നടന്നത്. അതത് കാലങ്ങളിലെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിൽ ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ ഉദ്യോഗസ്ഥർ വൻ കൊള്ള നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ മുറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്ക് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചിലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ തുക വ്യാജമായി എഴുതിയെടുക്കുകയുമായിരുന്നു. 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിനും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തു. മുൻപ് വിവാദമായ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഈ കൊള്ള തുടർന്നു. തട്ടിപ്പിന്റെ കൃത്യമായ ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിൽ ആദ്യ കുടുംബം ഇന്ന് താമസം ആരംഭിച്ചു. ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശിയായ വിജയനും കുടുംബവുമാണ് ഇന്നു മുതൽ താമസം തുടങ്ങിയത്. പാലുകാച്ചൽ ചടങ്ങിൽ മുൻ മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരാതിയുള്ളവർക്ക് പുനർമൂല്യനിർണ്ണയം നടത്താനാകും. OSM പരിശോധന ഇതാദ്യമായല്ല നടപ്പാക്കുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലവും മൂല്യനിർണ്ണയ രീതിയും സംബന്ധിച്ചുയർന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ അറിയിച്ചു. പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് പുനർമൂല്യനിർണ്ണയം നടത്താം. ഇതിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിനുള്ള ഫീസ് ഒരു വിഷയത്തിന് 100 രൂപയായി കുറച്ചിട്ടുണ്ടെന്നും മാർക്കിൽ വർധനവുണ്ടായാൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി വ്യക്തമാക്കി. राष्ट्रीय शिक्षा नीति लगातार इस बात को कहती है कि असेसमेंट हमारे लिए बहुत ही महत्वपूर्ण है और यदि हमें लॉजिकल तरीके से सोचने की ज़रूरत है और स्टेप बाय स्टेप सोचने की ज़रूरत है. मैं पुनः कहना चाहूँगा कि जो असेसमेंट का तरीका है उसमें किसी प्रकार की कोई बदलाव नहीं की गई है. +2 മൂല്യനിർണ്ണയത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം 13,000 ഉത്തരക്കടലാസുകളിൽ ചില പേജുകൾ അവ്യക്തമായിരുന്നു.
സ്കാൻ ചെയ്ത ശേഷവും വ്യക്തമാകാതിരുന്ന ഭാഗങ്ങൾ പ്രത്യേകം പരിശോധിച്ച് അർഹമായ മാർക്ക് നൽകാൻ അധ്യാപകരോട് നിർദ്ദേശിച്ചിരുന്നു. ആകെ 98 ലക്ഷം ഉത്തരപേപ്പറുകൾ ഉണ്ടായിരുന്നതായും വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു. മുംബൈ അടക്കമുള്ള സർവകലാശാലകൾ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. മാർക്ക് രേഖപ്പെടുത്തുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമുള്ള പിഴവുകൾ ഇതോടെ ഇല്ലാതാകുമെന്നും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എഡിറ്റോറിയലാണ് രൂക്ഷ വിമർശനം ഉയർത്തിയത്. മലബാർ കലാപവും മാറാടും മറക്കില്ല എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധതയിലേക്ക് മാറിയെന്നും UDF അധികാരത്തിലേറും മുമ്പ് മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. അതേസമയം യോഗനാഥം എഡിറ്റോറിയലിലെ ലീഗിനെതിരായ പരാമർശത്തിലെ വെള്ളാപ്പള്ളിക്കെതിരെ G. സുധാകരൻ. വെള്ളാപ്പള്ളി നേരത്തെ മുതലേ മുസ്ലിം വിരുദ്ധത പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റേതാണ്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റും. ഇത്രയും കാലം പിണറായിയെ പിന്തുണച്ചു, നാളെ എന്താണെന്ന് ആർക്കറിയാമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായി എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധികൾക്ക് എല്ലാം അയ്യപ്പ സംഗമം കാരണമായി. ഇടത് സർക്കാർ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത പരിപാടിയായിരുന്നു നടത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടെന്തെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ ആരാഞ്ഞു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. ഇത്തവണ പിണറായി വിജയൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നായേനെ എന്നും പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിൻ്റെ മണ്ടത്തരമെന്നുമാണ് വിമർശനം. സീറ്റ് പിടിച്ചെടുക്കാനെന്ന പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചു. പിടിച്ചെടുക്കാനുള്ള സീറ്റിൽ മത്സരിച്ച് ധീരത കാട്ടേണ്ടത് പിണറായി ആയിരുന്നുവെന്നും വിമർശനം ഉയർന്നു. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാകുന്നുണ്ടെന്നും വിമർശനം ഉന്നയിച്ചു. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റ്യൻ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര, സാങ്കേതിക, പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. 2018 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീഡൻ സന്ദർശിക്കുന്നത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി സ്വീഡനിലെത്തിയത്. സ്വീഡനിലേക്ക് പ്രവേശിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് സ്വീഡിഷ് ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചിരുന്നു. സ്വീഡനിലെ ഗോതൻബർഗിൽ പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടലിൽ നരേന്ദ്രമോദിയെ പരമ്പരാഗത ഇന്ത്യൻ നൃത്തരൂപത്തോടെയാണ് സ്വീകരിച്ചത്. സ്വീഡൻ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വിദേശ നിക്ഷേപം, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശ സഹകരണം തുടങ്ങിയ നിർണായക മേഖലകളുണ്ട്. കൂടാതെ യൂറോപ്പിലെ പ്രമുഖ CEOമാരുമായി മോദി കൂടിക്കാഴ്ച നടത്തും. കൃത്രിമ ബുദ്ധി, ഹരിത പരിവർത്തനം, പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ, നൂതന ഉൽപാദനം എന്നിവയാണ് പ്രധാന ചർച്ചാ മേഖലകൾ. 60 CEOമാർ പങ്കെടുക്കുന്ന യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള വിദേശ പര്യടനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നേരത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് ഭരണത്തലവനായ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഹരിത ഊർജം, പ്രതിരോധം, വാട്ടർ മാനേജ്മെന്റ്, അത്യാധുനിക സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും നെതർലൻഡ്സും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും ഭരണത്തലവന്മാർ തമ്മിൽ ധാരണയായി. സന്ദർശനത്തിനിടെ ഹേഗിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുക, ആഗോള നിർമ്മാണ ഹരിത ഊർജ ഹബ്ബായി മാറുക, ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിക്കുക എന്നിവയാണ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഹേഗിലെ കൊട്ടാരത്തിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആദരവോടെ ഔദ്യോഗിക വിരുന്നൊരുക്കിയിരുന്നു. ഈ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി സ്വീഡനിലേക്ക് യാത്ര തിരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ 1000-ലധികം മരുന്നുകളുടെയും പോഷക സപ്ലിമെൻറ്റുകളുടെയും വില കുത്തനെ കുറച്ചു. രാജ്യത്ത് ഉപയോഗിക്കുന്ന 1922 മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, ആരോഗ്യ സപ്ലിമെൻറ്റുകൾ എന്നിവയുടെ വില കുറച്ചുകൊണ്ടുള്ള സുപ്രധാന ഉത്തരവിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി ഒപ്പുവച്ചു. അത്യാവശ്യ ചികിത്സകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ദേശീയ ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ നടപടി. ഇതിനു പുറമെ വിപണിയിൽ പുതിയതായി ഇറങ്ങുന്ന 268 പുതിയ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നതിനും മന്ത്രാലയം അനുമതി നൽകി. അമിതവണ്ണം, രക്തസമ്മർദ്ദം, പ്രമേഹം,
ആസ്മ, അർബുദം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളാണ് വില കുറച്ചവയിൽ ഭൂരിഭാഗവും. സൗദിയിൽ വിസ കാലാവധിക്കുള്ളിൽ രാജ്യം വിടണം. വിസ കാലാവധിക്കുള്ളിൽ രാജ്യം വിടാതെ അനധികൃതമായി സൗദിയിൽ തങ്ങുന്ന വിദേശികൾക്ക് 500,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. മക്കയിലും മദീനയിലും മറ്റും പുണ്യസ്ഥലങ്ങളിലും റോഡുകളിലെ രാഷ്ട്രീയ പതാകകളും വിഭാഗീയ പതാകകളും ഉയർത്തുന്നതിനും മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനും കർശന വിലക്കുള്ളതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന തീർത്ഥാടകർക്കുള്ള നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. മക്ക, മദീന പുണ്യസ്ഥലങ്ങൾ, വിശുദ്ധ ഹറം, പ്രവാചക പള്ളി എന്നിവിടങ്ങളിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തുറക്കുന്നതും അവയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതും അവ മറികടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ ഇരട്ട പൗരത്വ വിലക്ക് ലംഘിച്ചതിനെ തുടർന്ന് 31 പേരുടെ കൂടി കുവൈറ്റ് പൗരത്വം ഭരണകൂടം റദ്ദാക്കി. പൗരത്വ ഫയലുകൾ പരിശോധിക്കുന്നതിനായി ചേർന്ന പരമോന്നത സമിതി യോഗത്തിന് ശേഷമാണ് അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. ഔദ്യോഗിക അനുമതിയില്ലാതെ മറ്റ് രാജ്യങ്ങളുടെ പൗരത്വം നേടിയവർക്കെതിരെയാണ് നടപടി. പൗരത്വം റദ്ദാക്കപ്പെടുന്നവരുടെ പേരുകൾ സിവിൽ ID നമ്പറുകളും ഉൾപ്പെടുത്തിയ പട്ടിക സമിതി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. തുടർ നിയമഭരണ നടപടികളുമായി ബന്ധപ്പെട്ടവരുടെ ഫയലുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് പൗരത്വ നിയമപ്രകാരം സ്വദേശികൾക്ക് മറ്റു രാജ്യങ്ങളുടെ പൗരത്വം കൈവശം വയ്ക്കാൻ അനുമതിയില്ല. കുവൈറ്റിൽ ഫ്രോസൺ ചെമ്മീൻ ഐസ് ഉരുക്കി ഫ്രഷ് എന്ന വ്യാജേന പ്രാദേശിക വിപണിയിൽ വിൽക്കുവാനുള്ള ശ്രമം അധികൃതർ പിടികൂടി. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സീ ഫുഡ് ഇൻസ്പെക്ഷൻ സെൻ്ററിൽ നടന്ന പരിശോധനയിലാണ് വിപണിയിൽ വിതരണത്തിന് തയ്യാറാക്കി വച്ചിരുന്ന 234 കിലോഗ്രാം ചെമ്മീൻ കണ്ടെത്തിയത്. എവിടെ നിന്നാണ് ഈ ചെമ്മീൻ എത്തിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കൈവശം ഉണ്ടായിരുന്നില്ല. ഫ്രോസൺ ഉൽപ്പന്നങ്ങൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി പുതിയതാണെന്ന രീതിയിൽ വിൽക്കുന്നത് കടുത്ത ഭക്ഷ്യ സുരക്ഷാ നിയമലംഘനമാണ്. റെഡ് സീ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 6ാം പതിപ്പിന് ജിദ്ദ ആതിഥേയത്വം വഹിക്കുന്നു. സിനിമ ഇവിടെ ജീവിക്കുന്നു എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള ഡിസംബർ 3 മുതൽ 12 വരെ അൽ ബലദിലാണ് നടക്കുക. ആഗോള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും വിദഗ്ധരും പങ്കെടുക്കുന്ന ഈ മേളയിലേക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന ചലച്ചിത്ര പ്രദർശനങ്ങൾ, പ്രൊഫഷണൽ ഇവൻറ്റുകൾ, സിനിമയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ എന്നിവ 6ാം പതിപ്പിൻ്റെ പ്രത്യേകതയായിരിക്കും. നേരത്തെ രജിസ്ട്രേഷൻ വഴി അംഗത്വം എടുക്കുന്നവർക്ക് റെഡ് സീ മാർക്കറ്റിലെ പ്രൊജക്ട് മാർക്കറ്റ്, ടാലൻസ് എക്സിബിഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലേക്ക് മുൻഗണന ലഭിക്കും. കുവൈറ്റിലെ പാലക്കാട് ജില്ലക്കാരുടെ സംഘടനയായ പൽപക്കിൻ്റെ ട്രഷറർ പ്രേംരാജിനും പത്നി ശോഭ പ്രേംരാജിനും യാത്രയയപ്പ് നൽകി. മംഗഫ് കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ പൽപക് ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മറുപടി പ്രസംഗത്തിൽ യാത്രയപ്പിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രേംരാജും ശോഭ പ്രേംരാജും സംസാരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടത് വൻ മാഫിയാണെന്നും കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നും CBI. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഉള്ളിൽ നിന്ന് ചോദ്യപേപ്പർ ചോർന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. നിലവിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയെ പൂർണ്ണമായി ഒഴിവാക്കാനാണ് തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചോദ്യപേപ്പറുകൾ ചോർന്നത് NTA-ക്കുള്ളിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചോദ്യങ്ങൾ തയ്യാറാക്കിയവരും പരിഭാഷകരും CBI നിരീക്ഷണത്തിലാണ്. കെമിസ്ട്രി വിഭാഗം PV കുൽക്കർണിയും ബയോളജി ചോദ്യങ്ങൾ മനീഷ് മന്ദാരയുമാണ് ചോർത്തിയത്. നിലവിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയെ പിരിച്ചുവിട്ടു. മനീഷ് മന്ദാര കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. 15-ലധികം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ അറസ്റ്റ് ചെയ്ത മുഖ്യപ്രതി PV കുൽക്കർണിയുടെ പണമിടപാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് CBIക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ CBI നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നതായി CBI സംശയിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാളിന്റെ കുടുംബത്തിലെ 5 പേർക്ക് കഴിഞ്ഞ തവണ നീറ്റിൽ ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.